ദുബായ് വിസിറ്റിനിടെ ഒരു ദിവസം ഞങ്ങൾ ബർദുബായിൽ നിന്ന് ദേരാ ദുബായിലേക്ക് പോയി. ഈ കാണുന്നതാണ് ബർദുബായിലെ ദുബായ് ക്രീക്കിൻ്റെ തീരം. ഇവിടെ നിന്ന് ചെറുവള്ളങ്ങളിൽ അബ്ര എന്നറിയപ്പെടുന്ന ചെറു ബോട്ടുകളിലാണ് നമുക്ക് മറുകരയിലേക്ക് പോകേണ്ടത്. ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ. ഞങ്ങൾ ചെറു വള്ളങ്ങളിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ധാരാളം വള്ളങ്ങൾ ഇവിടെ നിരനിരയായി അടുക്കിയിട്ടുണ്ട്. ഇതിൽ ക്യൂ നിന്ന് 2-3 വള്ളങ്ങളിലായിട്ട് ഞങ്ങൾ 26 പേരുണ്ടായിരുന്നു. പല വള്ളങ്ങളിലായിട്ട് ഒരു 12 പേർക്ക് ഒരു വള്ളത്തിലിരിക്കാം. അങ്ങനെ ഞങ്ങൾ 2-3 വള്ളത്തിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പോയി. വളരെ മനോഹരമായ കാഴ്ച, നല്ല സീനറി. ഈ വൈകുന്നേരമായത് കൊണ്ട് അസ്തമയ സൂര്യൻ്റെ പൊൻപ്രഭ ചൊരിഞ്ഞ് വെള്ളം നല്ല സിന്ദൂര നിറത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അന്തരീക്ഷവും അതുപോലെ തന്നെ. എല്ലാവരും സന്തോഷത്തിലാണ് കേട്ടോ. ഈ ദുബായ് ക്രീക്ക് മുറിച്ച് കടക്കാനും ഓരോ ബോട്ടും കടന്നു പോകുമ്പോഴും ആയിരക്കണക്കിന് പക്ഷികൾ അതിനെ വലം ചുറ്റി പറക്കുന്നതും മീൻ പിടിക്കുന്നതും അതൊക്കെ വളരെ മനോഹരമായിരുന്നു. ഇവിടെ ചെറുവള്ളങ്ങൾ ഇവിടെ ഈ സ്ഥലത്ത് അടുപ്പിച്ച് ഇതിലാണ് നമ്മൾ കയറുന്നത്. വള്ളക്കാരൊക്കെ കാത്തിരിക്കുകയാണ്, സഞ്ചാരികളെ കാത്ത് ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് ബുക്കിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ഊഴമനുസരിച്ചുള്ള ബോട്ട് വന്ന് അതിൽ കയറിയാൽ മതിയായിരുന്നു. ഇവിടെ ഇങ്ങനെയാണ് ഈ ബോട്ടുകൾ അടുപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ബോട്ടിൻ്റെ മാതൃക. കണ്ടോ, ഇതിനകത്ത് 12ഓളം പേർക്ക് അപ്പുറവും ഇപ്പുറവുമായിട്ടിരിക്കാം. അങ്ങനെ ബോട്ടുകൾ പതിയെ നീങ്ങി തുടങ്ങി. ആയിരക്കണക്കിന് പക്ഷികൾ പറക്കുന്നത്, നല്ല വെള്ള പാൽ നിറത്തിലുള്ള നല്ല പക്ഷികൾ കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ പക്ഷികളെ കണ്ടിട്ടില്ല. പ്രാവ് പോലെ ഇരിക്കും, പക്ഷേ പ്രാവല്ല. ദൂരക്കാഴ്ചകൾ അതിമനോഹരം. അതിനിടയ്ക്ക് ഫ്ലൈറ്റ് പോകുന്നതും കാണാം. എയർപോർട്ട് അടുത്ത് എവിടെയോ ഉണ്ട്. ഇത് ക്രീക്കിൻ്റെ കാഴ്ചകളാണ്, ചുറ്റുമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ ബോട്ട് നീങ്ങി തുടങ്ങി. നല്ല പൊൻപ്രഭ ചുരിയുന്ന സായം സന്ധ്യ. കണ്ടോ, പക്ഷികളെ കണ്ടോ? ഒരു പേടിയുമില്ലാതെ ചുറ്റും വലം വെച്ച് പറക്കുന്ന പക്ഷികൾ. ഇവയ്ക്കെല്ലാം ഇവിടെ സംരക്ഷണം ഉണ്ടെന്നാണ് തോന്നുന്നത്. ആരും വെടിവെക്കുകയോ ഉപദ്രവിക്കുകയോ ശല്യം ചെയ്യുകയോ അങ്ങനെ ഒന്നുമില്ല. വളരെ മനോഹരമായ ഈ അബ്രയിലുള്ള യാത്ര ശരിക്കും അത് അനുഭവിക്കേണ്ട യാത്ര തന്നെയാണ്. ആസ്വദിക്കാൻ ഒരു അസുലഭ സന്ദർഭം. ഓളങ്ങളെ കീറി മുറിച്ച് അബ്ര പതിയെ മറുകരയിലേക്ക് നീങ്ങി. ധാരാളം ചെറുബോട്ടുകൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും പായുന്നുണ്ട് ഈ ക്രീക്കിലൂടെ. ഞങ്ങളുടെ ബോട്ട് പതിയെ മറുകര ലക്ഷ്യമാക്കി, ഈ എൻജിൻ ഘടിപ്പിച്ച വള്ളങ്ങളാണ്, മറുകര ലക്ഷ്യമാക്കി തുഴഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്കേറെ ഇഷ്ടപ്പെട്ടത് ഈ പക്ഷികളുടെ കാഴ്ചയാണ്. ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടോ, നല്ല തൂവെള്ള നിറത്തിൽ പ്രാവിനെ പോലത്തതാ ഈ പക്ഷികൾ. മറുകരയിലെ അത് ദേരാ ദുബായ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾഡ് ദുബായ്. അവിടത്തേക്കുള്ള നങ്കൂരമിടാൻ പാകത്തിന് കപ്പലുകൾ, ചെറുബോട്ടുകൾ അങ്ങോട്ട് ലക്ഷ്യം വെച്ച് പായുകയാണ്. ഇതൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇതൊക്കെ സൗകര്യങ്ങളാണ് ഈ നാട്ടിലുണ്ടാക്കിയിട്ടുള്ളത്. വെറും മരുഭൂമിയായിരുന്നു. ഇവിടെയാണ് ആദ്യം ജനവാസം തുടങ്ങിയത്. ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ താമസ രീതികളിൽ അവലംബിച്ചുകൊണ്ട് പിന്നെ മരുഭൂമി വെട്ടിപ്പിടിച്ചാണ് ഈ ദുബായ്, ഈ UAE സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അവിടുത്തെ ഭരണാധികാരികളുടെയും ആളുകളുടെയും ശുഷ്കാന്തിയും വൈഭവവും ഒന്ന്
എടുത്തു പറയേണ്ടത് തന്നെ. ലോകോത്തര മാതൃകയിൽ ടൂറിസം ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം ആ നാട്ടിനെ ഫലഭൂയിഷ്ടമാക്കിയിരിക്കുന്നു, സമ്പൽ സമൃദ്ധമാക്കി. അത് നമ്മൾ ഓൾഡ് ദുബായിയുടെ അടുത്തെത്തി അവിടെ നങ്കൂരമിടുകയാണ്. ഈ വള്ളത്തിൽ നിന്നിറങ്ങി കരയ്ക്ക് കയറി, ഇത് ഓൾഡ് ദുബായിലേക്കുള്ള ഗേറ്റ് ആർച്ച് കടന്ന് ഓൾഡ് ദുബായിക്കകത്തേക്ക് നമ്മൾ, അതായത് നമ്മുടെ ഇവിടുത്തെ ചാല ബസാർ പോലെ വളരെ മനോഹരമല്ലേ കാണാൻ. നോക്കൂ, സായം സന്ധ്യയിൽ നല്ല തിളങ്ങുന്ന അറ്റ്മോസ്ഫിയർ. ഇത് ഓപ്പൺ എയർ അല്ല കേട്ടോ, നമ്മളിതിനകത്തൂടെ മേൽക്കൂരയ്ക്ക് കീഴെയാണ് ഈ നടന്നു പോകുന്നതെല്ലാം. മേൽക്കൂരയ്ക്കൊക്കെ വ്യത്യാസമുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. പ്രത്യേകതരം നിർമ്മിതിയാണ്. ധാരാളം തുണിക്കടകളും അത്തറും പെർഫ്യൂംസും പിന്നെ അതുപോലെ സ്പൈസസും എല്ലാം ധാരാളമുള്ള പൗരാണിക, അതായത് ഓൾഡ് ദുബായ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടപ്പോഴേ മനസ്സിലായി ഇന്ത്യൻസ് ആണെന്നും മലയാളികളാണെന്നും. അതിനനുസരിച്ച് അവർ ഭാഷ മാറ്റി, വരൂ എന്ത് വേണം വാങ്ങാം, വരൂ അതുണ്ട് ഇതുണ്ട് എന്നും പറഞ്ഞ് അവർ അനൗൺസ് ചെയ്തു തുടങ്ങി. അങ്ങനെ എല്ലാ ഭാഷകളും എല്ലാ ആൾക്കാരെയും എല്ലാ രാജ്യക്കാരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമാണ് ഈ ദുബായ്, അറബ് എമിറേറ്റ്സ്. ഞങ്ങൾക്ക് പിന്നെ ഒന്നും വാങ്ങാനുള്ള സാവകാശമില്ല, കാരണം ഇവിടെ ബാർഗെയിൻ ചെയ്ത് വാങ്ങണമെന്ന് ഗൈഡ് പറഞ്ഞിരുന്നു. വാങ്ങാൻ സാവകാശമില്ലായിരുന്നു. ഓടി നടന്ന് ചുറ്റും കണ്ടാൽ മതിയായിരുന്നു ഞങ്ങൾക്ക് അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ സവിശേഷതകളും അവിടുത്തെ സംസ്കാരവും ജീവിത രീതികളും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓടി നടന്ന് കാണാനുള്ള സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്ന് കണ്ണോടിച്ച് ഓടി ഓടി ഞങ്ങൾ അതിനിടയ്ക്ക് കൂടെ അങ്ങ് കടന്നുപോയി. വ്യത്യസ്തമായ നിർമ്മിതിയാണ് എല്ലാം. ഇതൊരു ലൈനിനകത്തൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഇരുട്ടല്ല, നല്ല വെളിച്ചമുള്ള നല്ല മനോഹരമായ അന്തരീക്ഷം. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. ഇതൊക്കെ അവിടുത്തെ ഷോപ്പുകളാണ്. ഇപ്പോൾ സ്പൈസസ് മാർക്കറ്റുണ്ട്, തുണിയുടെ വ്യാപാരമുണ്ട്, അതുപോലെ ടോയ്സ്, ഗിഫ്റ്റ്സ്, ബാഗ്സ്, ഷൂസ്, സോക്സ്, ചെരുപ്പ് എന്ന് വേണ്ട എല്ലാം ഉണ്ട്. ഓരോരോ കോർണറിലും നമ്മൾ ചെന്നെത്തുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇതൊരു പഴയ കെട്ടിടത്തിൻ്റെ മാതൃകയാണ്. ഇവിടെ തുണികളുടെ സെക്ഷൻ. ഇപ്പം ഞങ്ങളിങ്ങനെ മെയിൻ റോഡിലിറങ്ങി പിന്നെ അങ്ങോട്ട് സഞ്ചാരം, മെയിൻ റോഡിലൂടെ നടന്ന് ഇനി അങ്ങോട്ടെല്ലാം ജുവലറികളാണ്, നിറയെ ജുവലറികൾ. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. മോസ്കുകൾ, ജുവലറികൾ, അതുപോലെ വലിയ ഹോട്ടലുകൾ, ധാരാളം കാര്യങ്ങൾ ഇനിയും നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.